എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചന ധാര ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യോശുവയുടെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഇസ്രായേൽ ജനം ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കനാൻ ദേശം ജയിച്ചടക്കുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അനുസരണം കെട്ടവരും വിഗ്രഹാരാധികളുമായി മാറിയ ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ച് വിജാതീയരാൽ മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായപ്പോൾ അവരെ ഉദ്ധരിക്കുവാനായി ധീരരായ നേതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അവരുടെ കാലശേഷം വീണ്ടും അവർ വീണുപോവുകയും ചെയ്യുന്നതായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ഈ പുസ്തകത്തിൽ ഒത്നിയേൽ മുതൽ ശിംശോൻ വരെ 13 ന്യായാധിപന്മാരെ കുറിച്ച് പറയുന്നു. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന ന്യായാധിപനായ ശിംശോന്റെ ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകളെ കുറിച്ച് അല്പമായി ചിന്തിക്കാം. 20 വർഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ശിംശോന്റെ പിതാവ് ദാൻ ഗോത്രത്തിൽ സൊരോഥ്യന്റെ മകനായ മനോഹ ആയിരുന്നു. അവന്റെ ഭാര്യ മച്ചിയായിരുന്നു. ഒരു ദൈവദൂതന്റെ അരുളപ്പാട് ലഭിച്ച് അവൾ ഗർഭിണിയായി എന്നും ഗർഭാവസ്ഥയിൽ പാലിക്കേണ്ട ചില നിബന്ധനകളും ദൂതൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 13:13 യഹോവയുടെ ദൂതൻ മനോഹയോടെ, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. 5-ാം വാക്യം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ചൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെരിസ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങും. അവന്റെ മാതാപിതാക്കൾ അവനെ വളരെ നിഷ്ഠയോടെ വളർത്തി. 25-ാം വാക്യത്തിൽ, ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അവൻ തിമ്നയിൽ ചെന്ന് ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ട് അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞു. അവർക്ക് സമ്മതമില്ലായിരുന്നുവെങ്കിലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ അവളെ കാണാൻ പോയ വഴി ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വന്ന ബാലസിംഹത്തെ ദൈവത്തിന്റെ ശക്തിയാൽ അവൻ വലിച്ചു കീറിക്കളഞ്ഞു. ഈ വിവരം അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. കുറെ കാലം കഴിഞ്ഞ് അവൻ അവളെ വിവാഹം കഴിക്കാൻ തിമ്നയിലേക്ക് പോയപ്പോൾ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിനെ മാറിച്ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്തുണ്ടായിരുന്ന തേൻ അവൻ എടുത്ത് അവനും തിന്ന് അപ്പനും അമ്മയ്ക്കും കൊടുത്തു. എവിടെ നിന്നാണെന്ന് അവരോട് പറഞ്ഞില്ല. ശിംശോന്റെ ആദ്യത്തെ വീഴ്ച ഇവിടെ ആരംഭിക്കുകയാണ്. സംഖ്യാപുസ്തകം 6:2 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ഒരു നാസീർ വിദസ്തൻ പാലിക്കേണ്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീഞ്ഞും മദ്യവും കുടിക്കരുത്, മുന്തിരിയുടെ ഒരനുഭവം ഭക്ഷിക്കരുത്, തലയിൽ ചൗരക്കത്തി വെക്കരുത്, ശവത്താൽ അശുദ്ധനാകരുത് എന്ന് പറയുന്നു. മാതാപിതാക്കളെ മറച്ചു വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ വീഴ്ചയ്ക്കും കാരണമാണെന്ന് നാം മനസ്സിലാക്കണം. 2-ാമതായി 16-ാം അധ്യായത്തിൽ അവൻ ഗസയിൽ ചെന്ന് ഒരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ബന്ധത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് അവൻ അന്യപ്പെട്ടു. ശലോമോന്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചയ്ക്ക് കാരണവും അന്യ സ്ത്രീകളുമായുള്ള ബന്ധമാണെന്ന് കാണാം. 3-ാമതായി അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഫെലിസ്തീയ സ്ത്രീയെ സ്നേഹിച്ചു. സ്ത്രീ വിഷയമായ കാര്യങ്ങളിൽ ശിംശോൻ തൽപരനായിരുന്നു എന്ന് കാണാം. ദൈവത്തെക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കരുത് എന്ന കൽപ്പന ശിംശോൻ കാറ്റിൽ പറത്തി. 1 യോഹന്നാൻ 2:15 പറയുന്നു, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവസ്നേഹത്തോടെ ശത്രുത്വമാണെന്ന് നാം മനസ്സിലാക്കണം. എത്രയോ ചെറുപ്പക്കാർ തെറ്റായ സ്നേഹബന്ധത്തിൽ അകപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദലീലയുമായി സ്നേഹബന്ധത്തിലായ ശിംശോൻ തന്റെ ശക്തിയുടെ രഹസ്യം അവളുടെ നിർബന്ധത്തിനു മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതായി വന്നു. അങ്ങനെ അവൻ ശത്രുക്കളുടെ കയ്യിൽ തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ടു. അവന്റെ തലയിലെ 7 ജടകളും മുറിച്ചു കളഞ്ഞ് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ പരിഹാസപാത്രമായി നിർത്തിയതായി വായിക്കുന്നു. അവന്റെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു. ആത്മീയ ജീവിതം അച്ചടക്കവും സൂക്ഷ്മതയും ഉള്ളതായിരുന്നു. ദൈവകൽപ്പനകൾ അന്ത്യത്തോളം വിശ്വസ്തയോടെ പാലിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.